ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിൽ ഭീകരാക്രമണം. തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 9 പേർ കൊല്ലപ്പെട്ടു. വെടിവെപ്പിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? മേഖലയിൽ ഭീകരർക്കായി സൈന്യം തിരച്ചിൽ തുടങ്ങി എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്താണ് അതിന്റെ അപ്ഡേഷൻ? എന്താണ് അച്യുതൻ? റീജിത്ത്, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഭീകരാക്രമണം ഉണ്ടായത്. അതായത് തീർത്ഥാടകരുമായി സഞ്ചരിച്ച ബസ്സിന് നേരെ വെടിവയ്പ് നടത്തുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം 9 പേർ ഈ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 33 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. റിയാസി ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ആക്രമണം ഈ ബസ്സിന് നേരെ ഉണ്ടായത്. ഉണ്ടായിരുന്നവരെല്ലാം തീർത്ഥാടകരുമായിരുന്നു. നിലവിൽ ഈ മേഖലയിൽ ഇപ്പോൾ ഭീകരർക്കായിട്ടുള്ള സൈനിക നടപടി സൈന്യം സ്വീകരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് 6 മണിയോടുകൂടിയാണ് ഈ ഒരു ഭീകരാക്രമണം ജമ്മു കശ്മീരിൽ ഉണ്ടായത്. ശരി, അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.